ഹലോ മക്കളെ, നമ്മൾ ഇന്ന് വർഷങ്ങൾ കോഡിലൂടെ പഠിക്കാനുള്ള ഒരു ക്ലാസ് ആണ്. അപ്പം നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 വർഷങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താണ്. ഇനി ഇത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണുക. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വർഷങ്ങളൊന്നും തന്നെ നമ്മൾ മറന്നു പോകില്ല. അപ്പോൾ നീ കണ്ടവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്താൻ, കാരണം റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര പഠിച്ചാലും റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആദ്യം പഠിച്ച വർഷം 1984 അല്ലേ. 1984 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? നമ്മുടെ ഇന്ദിരാഗാന്ധി അല്ലെ, ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷമാണ് 1984. എങ്ങനെ മരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വഴിയാണ് അതിന് കാരണമായി തീർന്നത്. അതുകൊണ്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതും 1984. അതൊരു ദുരന്തമാണ്. അതേപോലെ തന്നെ മറ്റൊരു ദുരന്തം കൂടി ആ വർഷം തന്നെ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ദുരന്തം? നമ്മുടെ ഭോപ്പാൽ ദുരന്തം അല്ലെ. ഭോപ്പാലിൽ വിഷവാതകം ചോർന്നുകൊണ്ട് ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ട സംഭവം ഭോപ്പാൽ ദുരന്തവും 1984. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, സാധാരണ മനസ്സിനധികം ബലമില്ലാത്തൊരു ദുർബലരായുള്ളവരൊക്കെ എന്ത് സംഭവിക്കും? മദ്യത്തിന് അടിമപ്പെട്ടു പോകില്ലേ. അതുകൊണ്ട് തന്നെ കേരള ബിവറേജ് കോർപ്പറേഷൻ സ്ഥാപിതമായതും 1984. ഇനി നമ്മൾ മദ്യപിക്കുമ്പോൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ടല്ലേ മദ്യപിക്കുക. അതുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചതും എന്ന് തന്നെയാണ് 1984. ഇനി എന്തെങ്കിലും ടച്ചിങ്സ് വേണമല്ലേ, അതിനുവേണ്ടി മത്സ്യ ഫെഡ് സ്ഥാപിതമായതും 1984. ഇനി മദ്യപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ സൈലന്റ് ആയിട്ടിരിക്കില്ലേ. അതിൽ നിന്നും സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. അതോടൊപ്പം തന്നെ 3 ചീകൾ അല്ലെ, ചിന്നാറ്, ചിമ്മിണി, ചെന്തുരുണി, 3 ചാകള്, ചിന്നാറ്, ചിമ്മിണി, ചെന്തുരുണി, അതേപോലെ തന്നെ ആറളം, ഈ 4 വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്നതും 1984 തന്നെയാണ്. ഇനി ചിലർ സൈലന്റ് ആയിരിക്കും, ചിലരെന്താണ്, നല്ല ഇടി ഉണ്ടാക്കും അല്ലെ. ഇടി എന്നതിൽ നിന്നും 3D, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ഫിലിം ആയിട്ടുള്ള മൈ ഡിയർ കുട്ടിച്ചാത്തൻ പുറത്തിറങ്ങിയത് 1984. ഇനി ഇങ്ങനെ ഇടി മാത്രമല്ല, ചിലർ പിന്നെന്താണ്, കൊല്ലും കൊലയൊക്കെ നടക്കില്ല. അതിനും കൊല നമ്മൾ കൊൽക്കട്ട അല്ലെ, കൊൽക്കട്ട മെട്രോ ആരംഭിച്ചത് 1984. ഇവര് വീട്ടിൽ വന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കൂലേ. അങ്ങനെ അപ്പൊ എന്ത് വേണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ കുടുംബ കോടതി നിയമം, ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം നിലയിൽ വന്നതും 1984. ഇങ്ങനെ അവസാനം അവർക്ക് കുടുംബവും നഷ്ടപ്പെടും, ജോലിയും നഷ്ടപ്പെടും, ജീവിതത്തിൽ എല്ലാം ലോസ് ആവും എന്നതിൽ നിന്നും ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ PT ഉഷ ഫൈനലിൽ എത്തിച്ചേർന്ന ഒളിമ്പിക്സ് ആണ് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ്. അത് നടന്നതും 1984 തന്നെയാണ്. ഇങ്ങനെ എല്ലാം ലോസ് ആയി കഴിയുമ്പോൾ അവസാനം ഇവരുടെ ജീവിതം അവർ ഒരു കയറിൽ അവസാനിപ്പിക്കും അല്ലെ. അപ്പൊ കയർ എന്ന കൃതിക്ക് നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതും 1984 തന്നെയാണ്. ഇതിന് പുറമെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത്, അതേപോലെ കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് 1984. പിന്നെ ആദ്യത്തെ വനിതയായിട്ടുള്ള ബജേന്ദ്രി ബാൽ, ആദ്യത്തെ ഇന്ത്യൻ വനിതയായ ബജേന്ദ്രി ബാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രി ബാൽ. എവറസ്റ്റ് കീഴടക്കിയതും 1984. പിന്നീട് നമ്മൾ പറഞ്ഞ വർഷം ഏതായിരുന്നു? 1991 ആയിരുന്നു അല്ലെ. 1984 ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷമാണെങ്കിൽ 1991 എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി മരണപ്പെട്ട വർഷമാണ്. 1984 ഇന്ദിരാഗാന്ധിയും 1991 രാജീവ് ഗാന്ധി മരിച്ചു അല്ലെ. അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ മരണപ്പെടുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? വിദേശികൾക്ക് ഇന്ത്യയിൽ പണം മുതൽ മുടക്കാൻ എന്തായിരിക്കും? ഭയമായിരിക്കില്ല. കാരണം എന്താണ്? ഈ പൈസ തിരിച്ചു കിട്ടോ? കാരണം രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ പ്രധാനമന്ത്രിമാരെല്ലാവരും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ട വർഷമാണ് 1991 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇതിൽ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ഏത് അവതാരമാണ് വന്നത്? നരസിംഹ അവതാരം അല്ലെ. PV നരസിംഹറാവു നമ്മുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതും 1991. ഇനി എങ്ങനെയാണ് അദ്ദേഹം നമ്മളെ കരകയറ്റിയത്? പുത്തൻ സാമ്പത്തിക നയവും അതുപോലെ തന്നെ സാമ്പത്തിക ഉദാരവൽക്കരണവും കൊണ്ടുവന്നിട്ട്. അപ്പൊ പുത്തൻ സാമ്പത്തിക നയവും സാമ്പത്തിക ഉദാരവൽക്കരണമൊക്കെ നടത്തിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതും 1991 തന്നെയാണ്. പിന്നെ അവിടെ നമ്മുടെ രാജീവ് ഗാന്ധി മരിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ കേരളത്തിനും വലിയൊരു നഷ്ടം സംഭവിച്ചു. എന്ത് നഷ്ടമാണ്? ശ്രീ ചിത്തിര തിരുനാൾ മരണപ്പെട്ടതും 1991 തന്നെയാണ്. അപ്പൊ എല്ലാവരും ആകെ കൂടി വ്യസനത്തിലായി അല്ലെ. അതിൽ നിന്നും വ്യാസ സമ്മാൻ നൽകി തുടങ്ങിയ വർഷവും എന്ന് തന്നെയാണ് 1991 തന്നെയാണ്. എല്ലാവരും ഭയങ്കര വ്യസനത്തിലിരിക്കുകയാണ് അല്ലെ. കാരണം എന്താണ്? നമ്മുടെ രാജീവ് ഗാന്ധി ആണെന്നുണ്ടെങ്കിലും നല്ല കരുത്തുറ്റൊരു നേതാവായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ആണെങ്കിലും നമ്മുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം സാക്ഷരതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 2 സാക്ഷരതാ പരിപാടികൾ, അതായത് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച വർഷം 1991 ആണ്. അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി
+2 വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷവും 1991. അപ്പൊ എന്താണ്, കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച വർഷവും 1991 തന്നെയാണ്. കേരളത്തിലെ +2 വിദ്യാഭ്യാസ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയതും 1991 മുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നും കൂടി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, സരസ്വതി സമ്മാൻ അല്ലെ. സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയതും 1991 ഏർപ്പെടുത്തിയത്. അപ്പോൾ അവിടെ നമ്മുടെ രാജീവ് ഗാന്ധി മരിച്ചു, ഇവിടെ നമ്മുടെ ശ്രീ ചിത്തിരതിനാൾ മരിച്ചു. അപ്പൊ ഇവർക്ക് അങ്ങോട്ട് കുറെ പേർക്ക് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് പോകണം, കുറെ പേർക്ക് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് വരണം അല്ലെ. അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ വിമാനത്താവളം, അന്നുണ്ടായിരുന്ന വിമാനത്താവളം ഏതായിരുന്നു? തിരുവനന്തപുരത്ത് വിമാനത്താവളമായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ട് തിരക്ക് കൂടിയിട്ടുണ്ടാവും അല്ലെ. അതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായിട്ട് പ്രഖ്യാപിച്ചത്, അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991. ഇങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലും കൂടി എല്ലാവർക്കും വിമാനത്തിൽ പോകാൻ സാധിക്കില്ലല്ലോ. അപ്പൊ കുറെ പേരൊക്കെ എന്ത് ചെയ്തു? വള്ളത്തിൽ പോയി അല്ലെ. വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയതും 1991. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1991 ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 1951. 1951 1951 ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ലെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC സ്ഥിരമായിട്ട് എടുത്ത് ചോദിക്കാറുള്ളതും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ 1950 എന്ന് പറയുമ്പോഴേ 1951 നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ 1950 ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ആ പ്രത്യേകത അറിയാത്ത ആരും ഉണ്ടാവില്ല. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. എല്ലാവർക്കും അറിയാലോ, 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടനയിലാണ് നമ്മുടെ ഈ പ്രതിനിധികൾ, അതായത് നമ്മുടെ രാഷ്ട്രപതി ആണെങ്കിലും ഉപരാഷ്ട്രപതി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഇവരുടെ എല്ലാവരെയും പോസ്റ്റിനെ കുറിച്ചിട്ട്, ഇവർക്ക് എല്ലാവർക്കും വേണ്ട യോഗ്യതയെ കുറിച്ചിട്ട്, ഇവരുടെ കാലാവധിനെ കുറിച്ചിട്ട് അല്ലെ, ഇവരുടെ ശമ്പളത്തിനെ കുറിച്ചിട്ട്, ഇവരുടെ ചുമതലകളെ കുറിച്ചിട്ട് എല്ലാം പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഭരണഘടനയിലാണ്. അപ്പൊ ഈ ഭരണഘടന 1950 വന്നതിന് ശേഷമാണ് നമ്മുടെ ഇവിടെ ഒരു എലക്ഷൻ നടക്കുന്നത് അല്ലെ. 1951 നമ്മുടെ ഇവിടെ ഒരു എലക്ഷൻ നടക്കുന്നത്. ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടനയിലാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ നിയമങ്ങളെ കുറിച്ചിട്ടും ഇവിടുത്തെ പ്രതിനിധികളെ കുറിച്ചിട്ടും അല്ലെ, എലക്ഷൻ എങ്ങനെ നടത്തണം, എലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചും പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഭരണഘടനയിലല്ലേ പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് 1951 നമ്മുടെ ഇവിടെ എലക്ഷൻ വരാണ്. അപ്പൊ എലക്ഷൻ വന്നതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ടായത്? ഒരു ഫേസ് ഉണ്ടായത് അല്ലെ. ഇന്ത്യക്ക് ഒരു ഫേസ് ഉണ്ടായത്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു സംഘടനയിൽ, ഇപ്പൊ UN ആണെന്ന് വിചാരിക്കുക, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മീറ്റിംഗ് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ G8 സബ്മിറ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ സാർക്ക് സബ്മിറ്റ് ആണ്, എന്ത് സബ്മിറ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്ത് മീറ്റിംഗ് വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടേക്ക് നമ്മളെ ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുഖമായിട്ട് ഇന്ത്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരാണ് പോകുന്നത്? ഇവിടുത്തെ ജനപ്രതിനിധികളാണ് അല്ലെ. ചിലപ്പോൾ രാഷ്ട്രപതി ആയിരിക്കാം, ഉപരാഷ്ട്രപതി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കാം, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി ആയിരിക്കും. ഇങ്ങനെ ആരെങ്കിലും പ്രതിനിധികളാണ് നമ്മുടെ ഇന്ത്യയുടെ ഫേസ് ആയിട്ട് അവിടേക്ക് പോകുന്നത്. അപ്പൊ എലക്ഷൻ നടന്നതിന് ശേഷമല്ലേ ഇന്ത്യക്ക് ഫേസ് ഉണ്ടായത് അല്ലേ. അപ്പൊ 1951 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ഫേസ് എന്നുള്ള വാക്ക്. എന്താണ് ഫേസ് എന്നുള്ള വാക്ക്? ഇന്ത്യക്ക് ഫേസ് ഉണ്ടായത് ഇന്ത്യക്ക് എലക്ഷൻ നടന്നതിന് ശേഷമാണ്. അപ്പൊ 1950 ഭരണഘടന വന്നു. അതനുസരിച്ചിട്ട് 1951 നമ്മുടെ ഇന്ത്യയിൽ ഒരു എലക്ഷൻ നടന്നു. ഉറപ്പല്ലേ? അപ്പൊ അത് സെറ്റ് അല്ലേ നിങ്ങൾക്ക്? 1951 ഒരു എലക്ഷൻ നടന്നു. എലക്ഷന് ശേഷമാണ് ഇന്ത്യക്ക് ഒരു ഫേസ് കിട്ടിയത്. ഇനി ഫേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ, എഫിന്റെ ഫേസിന്റെ സ്പെല്ലിംഗ് അറിയാലോ, FACE അല്ലെ, അതല്ലേ ഫേസിന്റെ സ്പെല്ലിംഗ്. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിനാൻസ് കമ്മീഷൻ, 2 5 ഇയർ പ്ലാൻ. ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 പ്രകാരം ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1951. അതേപോലെ തന്നെ 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നതും 1951. ഇനി അടുത്തത് എ എന്നുള്ളത് അല്ലെ. ഒന്നാമത്തെ എ എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കുന്നത് അല്ലെ, ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടന്നത് 1951 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടന്നു. അപ്പൊ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടന്നത് 1951. അടുത്ത എ എന്ന് പറയുന്നത് അമെൻമെന്റ് ആണ്. ഒന്നാമത്തെ അമെൻമെന്റ് 50 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളൂ അല്ലെ. 51 തന്നെ നമ്മുടെ എന്ത് ചെയ്തു? നമ്മുടെ ഭരണഘടന അമെൻഡ് ചെയ്തു. ഒന്നാമത്തെ അമെൻമെന്റ്, നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ അമെൻമെന്റ് ചെയ്തത് 1951. അപ്പൊ എ എന്താണ്? ഒന്ന് ഏഷ്യൻ ഗെയിംസും പിന്നൊന്ന് അമെൻമെന്റ്. അമെൻമെന്റ് എന്ന് വെച്ചാൽ ഭരണഘടനാ ഭേദഗതി. അടുത്തത് സി ആണ് അല്ലെ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ സി എന്ന് പറഞ്ഞ സെൻസസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടക്കുന്നത് 1951. അടുത്ത സി എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ആദ്യം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു പേര്, ഇപ്പൊ അതിന്റെ പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് അല്ലെ. ഈ ഓഫീസ് നിലവിൽ വന്നത് CSO അല്ലെ. CSO എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയുടെ വരവ് ചില കണക്കുകൾ അല്ലെ, ദേശീയ വരുമാനം, ഇന്ത്യയുടെ ദേശീയ വരുമാനമൊക്കെ കണക്കാക്കുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ
സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ CSO ആണ്. അപ്പൊ ഈ CSO നിലവിൽ വന്നതും എന്ന് തന്നെയാണ് 1951 തന്നെയാണ്. ഇനി അടുത്തത് ഇ അല്ലേ. ഇ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഈ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, എലക്ഷൻ. ആദ്യമായിട്ട് ഇന്ത്യയിൽ എലക്ഷൻ നടന്നത് 1951. അതേപോലത്തെ അടുത്ത ഇ എന്ന് പറഞ്ഞത് എമർജൻസിയാണ്. എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 356 പ്രകാരം 352 ദേശീയ അടിയന്തരാവസ്ഥയും 356 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എമർജൻസി. അതായത് സംസ്ഥാനത്തിന്റെ ഭരണം രാഷ്ട്രപതി ഏറ്റെടുക്കുക അല്ലെ. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനാണ് ആർട്ടിക്കിൾ 356 നമ്മൾ പറയാം, സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയും. ആ സംസ്ഥാനത്തിന്റെ ഭരണം രാഷ്ട്രപതിയുടെ കീഴിലായി മാറും. അവിടുത്തെ ചിലപ്പോൾ മന്ത്രിസഭനെ ചിലപ്പോൾ പിരിച്ചുവിടും. ഇനി പിരിച്ചുവിടണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഭരണം ആര് ഏറ്റെടുക്കും? നമ്മുടെ രാഷ്ട്രപതി ഏറ്റെടുക്കുന്നതിനാണ് നമ്മൾ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയാം. അങ്ങനെ ആർട്ടിക്കിൾ 356 പ്രകാരം ആദ്യത്തെ സ്റ്റേറ്റ് എമർജൻസി പഞ്ചാബിൽ കൊണ്ടുവരുന്നതും എമർജൻസി കൊണ്ടുവരുന്നതും 1951. അപ്പൊ നമ്മുടെ 1951 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്? ഫേസ് എന്നുള്ള വാക്കാണ്. എന്ത് വാക്കാണ്? ഫേസ് എന്നുള്ള വാക്കാണ്. എല്ലാത്തിനും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ആദ്യത്തെ എഫിന് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നതും 5 ഇയർ പ്ലാനുകൾ ആരംഭിക്കുന്നതും 1951. എ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ വെച്ച് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് അല്ലെ, ആദ്യത്തെ ഏഷ്യൻ ഗെയിംസും അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ അമെൻമെന്റും ഭരണഘടനാ ഭേദഗതി ആദ്യത്തെ അമെൻമെന്റും 1951. സി എന്താണ് പറഞ്ഞത്? ആദ്യമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് 1951. അതേപോലെ തന്നെ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് രൂപീകരിക്കുന്നതും നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് CSO ആണ്, അത് രൂപീകരിക്കുന്നതും 1951. ഇനി അടുത്തത് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ. ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് 1951. അതേപോലെ തന്നെ എമർജൻസി അല്ലെ, ആർട്ടിക്കിൾ 356 പ്രകാരം പഞ്ചാബിലാണ് ആദ്യത്തെ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്, അതും 1951. ഇത്രയും കിട്ടിയില്ലേ. ഇനി ഇതിന്റെ കൂടെ 2 ആറുകൾ പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? ഒന്നാമത്തത് റെയിൽവേയും അടുത്തത് റേഡിയോയുമാണ്. റെയിൽവേയും റേഡിയോയും. റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951. ഇനി അടുത്ത ആറെന്ന് പറഞ്ഞത് റേഡിയോ ആണ് അല്ലെ. അതായത് തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ നിലയം ഏറ്റെടുത്തു. തിരുവനന്തപുരം റേഡിയോ നിലയത്തെ ഓൾ ഇന്ത്യ റേഡിയോ നിലയം ഏറ്റെടുത്തത് 1951. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചു. ഭൂദാന പ്രസ്ഥാനം ആരാണ് ആരംഭിച്ചത്? ആചാര്യ വിനോബോ ഭാവെയാണ് അല്ലെ ആരംഭിച്ചത്. ആദ്യമായിട്ട് നമ്മുടെ പൊച്ചാമ്പിള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്, തെലങ്കാനയിലെ പൊച്ചാമ്പിള്ളി ഗ്രാമത്തിലാണ്. അവിടെ രാമചന്ദ്ര റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ 100 ഏക്കർ ഭൂമി ഈ സാധാരണക്കാർക്ക് വേണ്ടി ദാനം നൽകണം. ഭൂമി ദാനം നൽകാൻ, അതാണ് ഭൂദാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചതും 1951. അപ്പോൾ 1951 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വേണ്ടത്? ഫേസ് എന്നുള്ള വാക്കാണ്. കാരണം ഇന്ത്യക്ക് ഒരു ഫേസ് കിട്ടിയത് അല്ലെ, ഇന്ത്യയുടെ ഇലക്ഷൻ നടന്ന് ഇന്ത്യക്ക് ഒരു ഫേസ് കിട്ടിയത് 1951. ഫേസ് എന്ന് ഓർമ്മ വരണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ 2 ആറുകളും ഭൂദാന പ്രസ്ഥാനം കൂടി ഓർമ്മ വരണം. 2 ആറ് എന്താണ്? ഒന്ന് റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951. അടുത്ത ആറെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം റേഡിയോ നിലയത്തെ ഓൾ ഇന്ത്യ റേഡിയോ നിലയം ഏറ്റെടുത്തത് 1951. അതേപോലെ തന്നെ നമ്മുടെ ആചാര്യ വിനോബാ ഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചതും 1951. ഈ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ചോദിക്കാറുണ്ട്, റെയിൽവേ ദേശസാൽക്കരിച്ചത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ CSO നിലവിൽ വന്നത് അല്ലെ, CSO നിലവിൽ ആരംഭിച്ചത്, ഫിനാൻസ് കമ്മീഷൻ ആരംഭിച്ച വർഷം, അതേപോലെ തന്നെ 5 ഇയർ പ്ലാനുകൾ ആരംഭിച്ചത്, ഇതെല്ലാം ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഈ 51, 52, 50 ഇതൊക്കെ ഓപ്ഷനിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ ആവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല. നമ്മളപ്പോൾ 3 വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1984 പഠിച്ചു, 1991 പഠിച്ചു, ഇപ്പോൾ നമ്മൾ 1951 പഠിച്ചു. ഈ വർഷങ്ങളൊക്കെ PSC ചോദിക്കാറുള്ളതാണ്. ഇനി ഒരിക്കലും ഇത് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേറെ പോർഷൻസ് ഞാൻ സ്പെഷ്യലായി എടുത്തു തരണം എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് കമന്റിൽ കൂടി അറിയിക്കുക. നിങ്ങളുടെ കമന്റ് വായിക്കുന്നതാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.